ഹലോ കൂട്ടുകാരൻ, നോക്കുക ഈ ഡെയ്സി പൂക്കൾ കാണാൻ എത്ര ഭംഗിയാണ്. ഇത് ഒത്തിരി തൈകളുണ്ടാവും. പിന്നെ പൂ പെട്ടെന്ന് ഉണ്ടാകാൻ ഒരു പണി ചെയ്താൽ മതി. കട്ടിങ്സ് ഒടിച്ച് നട്ടാൽ മതി, പെട്ടെന്ന് പൂവുണ്ടാവും. കേട്ടോ, നല്ല രസമല്ലേ കാണാൻ? 10 മണി പോലെയൊക്കെ തോന്നുമല്ലേ? നല്ല അടക്കടക്കായിട്ട് അല്ലികൾ കണ്ടോ. ഡെയ്സിയുടെ വെള്ളയുണ്ട്, അതുകൊണ്ടോ ഒരു കുഞ്ഞു തൈ വരെ ഉണ്ടാവും. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒത്തിരി തൈകളുണ്ടാകും. അത് പറിച്ച് മാറ്റി നട്ടു വെച്ചാൽ മതി. പിന്നെ ഇതുകൊണ്ടോ തലപ്പഞ്ഞുള്ളി നട്ടു വെച്ചാൽ മതി, പെട്ടെന്ന് പൂവുണ്ടാവും. അതുകൊണ്ട് ഞാൻ തലപ്പഞ്ഞുള്ളി നട്ടു വെച്ചേക്കുന്നുണ്ട്. ഡെയ്സി ചെടി നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? ഇവിടെ വയലറ്റും ഉണ്ട്, വെള്ളയുണ്ട്. ഉണ്ടോ അതിൻ്റെ തൈകൾ വെറും മണി പറിച്ച് നട്ടേക്കുന്നതാണ്. വെയിലത്തും തണലത്തും ഒക്കെ ഉണ്ടാകും പൂവ്. ചുമപ്പും വെള്ളയുടെ ഒരുമിച്ച് നട്ടേക്കുകയാണ്. അതുകൊണ്ട് ചട്ടിയിൽ നട്ടേക്കുന്നത് തൈകളുണ്ടായത് കണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ടായി. കാണാൻ നല്ല ഭംഗിയാണല്ലേ? നല്ല കളറ് കണ്ടോ, 10 മണി പോലെയും വാടാമുല്ല പോലെയും ചെണ്ടുമുല്ല പോലെയൊക്കെ ഉണ്ട്. കുഞ്ഞു തയ്യ വരെ പൂവുണ്ടാവും. മുട്ടുണ്ടായത് കണ്ടോ? ഞാനിത് പറിച്ച് വെറും മണ്ണിൽ നട്ടേക്കുവാണ്, നിലത്തെ തൈ കണ്ടോ. മഴയത്ത് നട്ട് നല്ലപോലെ പിടിക്കും കൂട്ടുകാരെ. ഇവിടെ ചുമപ്പും വെള്ള ഒരുമിച്ച് നട്ടു, ചട്ടിയിൽ നട്ടു, വെറും മണ്ണിൽ നട്ടു, നിലത്ത് നട്ടു. വേര് പോയാലും പറിച്ചെടുക്കും, വേര് പോയാലും നട്ടു വെക്കണം, കളയല്ലേ. അപ്പോൾ അത് നല്ലപോലെ ഉണ്ടായിക്കോളും. കേട്ടോ, വെള്ള കാണാൻ നല്ല ഭംഗിയല്ലേ? ഡെയ്സി ഇത് 3 കളറുണ്ട്. ഒരു വയലറ്റ് കളറ്, റോസ് കളറ്, വെള്ള കളർ. ഇവിടെ എനിക്ക് 2 കളറേ ഉള്ളൂ. ഒരു ചെടിയിലുണ്ട് പൂവിട്ടിട്ടില്ല, പൂവിടുമ്പോൾ അറിയാം ഏത് കളറാണ്. നല്ല രസമല്ലേ കൂട്ടുകാരി ഡെയ്സി കാണാൻ? പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട കേട്ടോ. ഞാനിത് പുളിച്ച കഞ്ഞിവെള്ളം ഇപ്പോൾ ഒന്നും ഒഴിക്കുകയില്ല, വേനൽക്ക് മാത്രം. മഴക്കാലത്ത് ഒന്നും ഒഴിക്കുകയില്ല. സ്പ്രേ ചെയ്യുക, എല്ലാ ചെടിക്ക് സ്പ്രേ ചെയ്യുമ്പോൾ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം. ഷെയ്ഡി വെച്ചാലും നല്ല പൂവുണ്ടാവും. വെയിലത്ത് വെച്ചാൽ ആദ്യം വെയിലായി ഇലകൾ കരിഞ്ഞു പോകുന്നു കാണാം. കേട്ടോ, എന്നാ കളറാണ് നോക്കി. ഇത് ഞാൻ രാത്രിയിലെടുത്ത വീഡിയോ ആണേ. ഇതിൻ്റെ കേടെന്ന് പറഞ്ഞാൽ ഈ പൂമുട്ടും തണ്ടുമൊക്കെ കരിഞ്ഞു പോവും. അന്നേരം അത് പെട്ടെന്ന് കട്ട് ചെയ്യണേ, അന്നേരം വേറെ ശിഖരങ്ങൾ വരും. എന്നാ നല്ല കളറല്ലേ? ഇലകൾ തീരെ ചെറുതാണ്. അപ്പോൾ 2 സൈസിൽ അതിന് തൈകളുണ്ടാക്കാം. ഒന്ന് കട്ടിങ്സ് നട്ട് ഉണ്ടാക്കാം, ചെടികൾ വേര് പിടിപ്പിക്കും. പിന്നെ അതിന് തൈകൾ ഇഷ്ടം പോലെ ചുവട്ടിലുണ്ടാവും. അതിൻ്റെ തലപ്പ് ഞുള്ളി നട്ടാൽ മതി, മഴക്കാലത്ത് പെട്ടെന്നുണ്ടാവും.
ചിലപ്പോൾ പൂമൊട്ട് വിരിയാതെ വരും, കറുത്ത് വരും. അത് കണ്ണിച്ച് കളഞ്ഞ് വേറെ നല്ല തളിരുണ്ടാവും. ഉണ്ടോ, ചെറിയ ചെറിയ ഇലകളാണ്. ചട്ടിയിലും നിലത്തും എല്ലാം നടാം. കണ്ടോ, കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. നല്ല വെള്ള കളറും ഉണ്ട്, റോസ് കളറും ഉണ്ട്. ഒരു ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴേ അത് കട്ടിങ്സ് ഒടിച്ച് നടണം, അപ്പോൾ കേടാകല. പിന്നീട് വളർന്നിട്ട് വെക്കാൻ നോക്കുമ്പോൾ അത് കേടായി പോയല്ലോ. തൈ അന്നേരം തന്നെ പറിച്ച് നടണം. കണ്ടോ, വെള്ളം കണ്ടോ, നല്ല ഭംഗിയല്ലേ. വെള്ള എൻ്റെ പോയതായിരുന്നു. വെള്ള ഇതുകൂടെ ഞാൻ ഇടുക്കിയിലുള്ള ഒരു പുള്ളിക്കാരത്തിയോട് മേടിച്ചാണ്. കണ്ടോ, വെള്ളയ്ക്ക് നല്ല ഭംഗി. ധാരാളം പൂവുണ്ടാവും. അപ്പോൾ എൻ്റെ പൂ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളേ. കണ്ടോ, ചെറിയ ഇലകൾ. ഡെയ്സിയുടെ, വെള്ള ഡെയ്സിയുടെ ഇലയേക്കാളും ചെറിയ ഇലയാണ് റോസ് ഡെയ്സിയുടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഴക്കാലത്ത് എങ്ങനെ ഒത്തിരി ചെടികളുണ്ടാക്കുക, ഒടിച്ച് നട്ടും തൈകൾ പറിച്ച് നട്ടുമൊക്കെ. അത് നിറയെ പൂവുണ്ട്, മുട്ടുണ്ട്, നിറയെ മുട്ടുണ്ട് അതിൽ. നല്ല രസമല്ലേ കൂട്ടുകാരെ ഈ ഡേസി ചെടി കാണാൻ. ഇച്ചിരി മണ്ണി നട്ടാൽ മതി കേട്ടോ, അധികം മണ്ണെടുക്കണ്ട. ചട്ടി വേരക്ക് വല്ല ലിക്വിഡ് വളമൊക്കെ ഒഴിച്ചു കൊടുക്കാമല്ലോ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം.